ഒന്ന് മുണ്ടക്കയം വരെ പോകാൻ ഇറങ്ങിയതാണേ. മുണ്ടക്കയം ചിലപ്പോൾ പൊൻകുന്നം വരെ പോകേണ്ടി വരും. നമ്മളവിടെ ഷോപ്പുണ്ട്. നമ്മൾ ചപ്പാത്തിയിൽ നിന്ന് ഇപ്പോൾ യാത്ര തുടങ്ങിയപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയേക്കാന്ന് വിചാരിച്ചേ. ഇപ്പോൾ എല്ലായിടത്തും വെയിലായതുകൊണ്ട് ഒരു വരണ്ട കാഴ്ചകളാണ് കാണുന്നത്. കരിന്തിരി വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ കുറേ മരങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ടോ. അതിൻ്റെ കീഴായിട്ട് അടിപൊളി തേയിലത്തോട്ടവും റോഡിൻ്റെ പണിയും കൂടെ തന്നപ്പം ഇവിടുത്തെ കാഴ്ചകൾ തന്നെ വേറെ ലെവലാണ്. കുളന്തൊക്കെ അടുത്ത് ലോറിയെ കയറ്റിക്കൊണ്ട് പോവാം. മലങ്കര എസ്റ്റേറ്റ് ആയതേ. കേരളത്തിലെ റോഡുകളെല്ലാം തന്നെ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടൊക്കെ കുറയല്ലേ. കുട്ടിക്കാനത്ത് നിന്നും ചപ്പാത്ത് വരെ 20 കിലോമീറ്ററാണ്. ചപ്പാത്തിൽ നിന്ന് 20 കിലോമീറ്ററാണ്. ചപ്പാത്തിൽ നിന്ന് 20 കിലോമീറ്ററാണ് കട്ടപ്പനയ്ക്കുള്ള ദൂരം. ആ റോഡിന് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചില ഭാഗങ്ങളൊക്കെ ഓക്കെ ആയി. ഇപ്പോൾ ഒരു മാസം 2-3 മാസം കൊണ്ട് അതിൻ്റെ വർക്കുകൾ മൊത്തം തീരുമായിരിക്കും. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുള്ള കാഴ്ചകൾ നോക്കി അതിഗംഭീരമായ കാഴ്ചകളാണ്. അക്കരെയെല്ലാം നല്ല തേയില ഇങ്ങനെ മലയിൽ ഒട്ടിച്ചു വെച്ച പോലെ ഇരിക്കും. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ. പക്ഷെ അത് മഴക്കാലത്ത് മാത്രമുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഈ സമയമായതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഒരുപാട് കുറവാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ആണ്. അപ്പുറത്തെ കൈലാസഗിരി മലനിരകളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി മൂടലായിട്ട് നിൽക്കുന്നുണ്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി തേയിലത്തോട്ടമാണ്. പിന്നെ നമ്മൾ ആ താഴേന്ന് വന്ന ആ ഒരു റോഡൊക്കെ കേട്ടോ, ചപ്പാത്തിയിൽ കയറി വരുന്ന റോഡ് ശ്രീമംഗലൊക്കെയാണ് ആ ഭാവം. ഇവിടെയൊക്കെ എന്ത് പാറക്കെട്ടാന്ന് നോക്കി. ഇതെല്ലാം വെട്ടി ഒതുക്കി ഈ ഇടയ്ക്ക് അവർ വഴി പണിതപ്പം വീതി കൂട്ടാൻ വേണ്ടി അതെല്ലാം വെട്ടി താത്തിയതാ. ഏലപ്പാറ വെള്ളച്ചാട്ടം ശോഷിച്ചു പോയി കേട്ടോ. വേനൽ കൂടിയോടി വെള്ളം കുറഞ്ഞു. ഏലപ്പാറ ടൗണായേ. ഏലപ്പാറ ടൗൺ ആൻഡ് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് നമുക്ക് ഏലപ്പാറ ടൗണിൻ്റെയും ഈ ഭാഗത്തുള്ള തേയിലത്തോട്ടങ്ങളുടെയും ഒരു ന്യായമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. റോഡിൻ്റെ പണി തീർന്നു കഴിയുമ്പം സ്ഥലത്തിൻ്റെ രീതി തന്നെ മാറിപ്പോകും കേട്ടോ. നമ്മൾ ഈ മൂന്നാറൊക്കെ ചെന്നാൽ കാണുന്ന ഒരു പൂവാണിത്. ഇവിടെ ഉണ്ട് കുറേ. ഒരു ചെടി നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടോ. ആ തേയിലച്ചെടികളുടെയൊക്കെ ഇടയിൽ കൂടെ നമ്മുടെ KSRTC വരുന്ന ഒരു വരവ് നോക്കി. ഈ ഭാഗത്തു നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴേ എന്ത് ഭംഗിയല്ലേ. ഈ തേയിലത്തോട്ടവും ആ റോഡും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നു കേട്ടോ. മഴക്കാലം ആകുമ്പോൾ അവനൊക്കെ നല്ല മുറ്റം പുഴയാണേ. ടൈഫോയിഡ് എസ്റ്റേറ്റ് ആണിത്. ടൈഫോയിഡ് എന്ന് പറയുന്ന കമ്പനിയുടെ തേയിലത്തോട്ടം. വാഗമണിലേക്ക് പോകുന്ന ആ റോഡൊക്കെ ഒറ്റമരം വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഏലപ്പാറയ്ക്ക് അടുത്തുള്ള ഇതിൻ്റെ താഴോട്ട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. ഈ വഴിക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടേ കയറി പോവുള്ളൂ. നമുക്ക് ആ സൈഡിൽ കൂടെ നടന്ന് കാഴ്ചകൾ കാണാൻ അടിപൊളി ഫുട്പാത്തൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായൊരു കാഴ്ച നമുക്കിവിടെ കാണാം. താഴെ ഒരു DTPCയുടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കണ്ടോ വാഗമണിലേക്ക് പോകുന്ന ആ ഒരു റോഡൊക്കെ കണ്ടോ. ദൂരെയായിട്ട് നമുക്ക് ഏലപ്പാറ ടൗണിൻ്റെ കാഴ്ചകളും കാണാം. ഇപ്പോഴൊക്കെ സഞ്ചാരികൾ കുറവാണ്. ശനിയും ഞായറുമൊക്കെ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾ ഫുള്ളായിരിക്കും. ടൈഫോയിഡ് എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലൈൻസും ഒക്കെയാണ് ആ താഴെ കാണുന്നത്. അതിലെ ഒരു വഴി പോകുന്നുണ്ട് കീഴപ്പെരുന്തുറ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ്. ആ സൈഡിലും ഒരു ഗ്യാലറിയൊക്കെ പോലെ പണിതിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേജാണോ അവർ പണിതിരിക്കുന്നത് അതോ ഒരു കടയിടാണോ സംവിധാനമാണോ എന്നറിയില്ല. അവിടെ ഒന്നും താഴോട്ട് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം. നമുക്കിതിലേ ഒന്ന് നടന്നിങ്ങനെ കണ്ടു നോക്കാം. ആ DTPCയുടെ റെസ്റ്റോറൻ്റൊക്കെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഒരു ഡ്രോൺ ഷോട്ട് പോലെ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ കേട്ടോ.
ഒരു ഡ്രോണും കൂടെ ഉണ്ട്, അടിപൊളിയായിരുന്നു. പക്ഷേ ഡ്രോണൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല മുന്തിയ ഡ്രോൺ എടുത്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് വരുമാനമൊക്കെ ആവട്ടെ ഒരു ഡ്രോണൊക്കെ എടുക്കാം അല്ലേ. ഏലപ്പാറ ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇവിടുന്ന് എത്ര മനോഹരമായിട്ട് കാണാൻ നോക്കി. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഓൾറൗണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഓ എന്തൊരു ഭംഗിയല്ലേ ഇവിടുത്തെ ഒരു കാഴ്ചകൾ. അപ്പം നമ്മളൊരു ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് നോക്കുവാണെങ്കിൽ ഭൂമിയെ നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ. ഒരു ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. ഞാനിതിന് പേരിടുന്നു ഏലപ്പാറയിലെ ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ്. ഈ ഫ്ലൈറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരുപാട് കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ. മേമലക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. മേമല ടൗൺ, മേമലയിൽ നിന്ന് വലത്ത് സൈഡിലേക്കുള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഉറുമ്പിക്കരയ്ക്കൊക്കെ പോകാൻ പറ്റുമേ. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഒരു അമ്പലത്തിൻ്റെ അടുത്ത് കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് നല്ല കേരള മോഡലിലൊരു അമ്പലം കാണാം ഈ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോഴേ. ശിവക്ഷേത്രമാണേ, ശ്രീ ശിവക്ഷേത്രം മേമല. ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്തുള്ള മേമലയ്ക്ക് അടുത്തുള്ളൊരു ടൈഫോയ്ഡ് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു അമ്പലത്തിൻ്റെ അടുത്താണേ. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കയം ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞ് ഉപ്പുവറ വളകോട് അവിടെ ഒരു ബാങ്കിൽ നമ്മൾ നേരത്തെ ഇൻവെർട്ടറൊക്കെ ചെയ്തിട്ടുള്ള അവരുടെ ഇൻവെർട്ടറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക, അതൊന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് പോകണം, ഉച്ച കഴിഞ്ഞേ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുണ്ടക്കയം പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു യാത്ര വേണ്ടെന്ന് വെച്ചു. പിന്നെ പോവാം. ഞാൻ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വന്നാൽ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ വന്നത് കേട്ടോ. പക്ഷേ തൽക്കാലം അത് ഒഴിവാക്കി നമ്മൾ ഇവിടം കൊണ്ടൊക്കെ ഉള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയേക്കാം. എന്നാൽ കാഴ്ചകളിലേക്ക് പോയാലോ. ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ കണ്ടോ ആ കൈലാസഗിരി മലനിരകളൊക്കെയാണ് അവിടെ. ഈ താഴോട്ട് നോക്കിയാൽ കടലോലം തേയിലക്കാടുകൾ, നല്ല കാറ്റുമുണ്ടേ. ഇവിടെ തേയിലക്കൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടിരിക്കുക. ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ടോ. പക്ഷേ ഇപ്പോൾ ഈ റോഡ് പഴയ പോലല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡായി മാറിയിരിക്കുകയാണ്. അങ്ങ് മുകളിലേക്ക് കൊണ്ട് ഒരുപാട് തേയിലക്കാഴ്ചകളും ചെറിയ മൊട്ടക്കുന്ന് കാഴ്ചകളും ഒക്കെ ആയിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റിൻ്റെ ഒരു കവാടം പോലെയൊക്കെ കാണാം. ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് താഴോട്ടുള്ളതെല്ലാം. ടൈഫോയ്ഡ് എസ്റ്റേറ്റ് അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ അടുത്ത് പോയി നോക്കാം എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന്. ആ തേയിലക്കാടിൻ്റെ നടുക്കായിട്ട് അവിടെ അതിലൊരു കുളമാണ് കേട്ടോ. ആ കുളത്തിൻ്റെ ഒരു ചെറിയൊരു ചെക്ക് ഡാം, കുളവോ ചെക്ക് ഡാമോ അങ്ങനെയൊക്കെയാണ് സംഭവം. ടൈഫോയ്ഡ് എസ്റ്റേറ്റിലേക്ക് കടക്കുന്നതിനുള്ളൊരു റേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പോകണമെങ്കിൽ 2 വീല് 3 വീലിനൊക്കെ 200 രൂപ കൊടുക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോയി നോക്കാം. നമുക്കങ്ങനെ ഒത്തിരി റെൻറ്റ് കൊടുത്തിട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇത് പ്രൈവറ്റ് റോഡാണ് അങ്ങോട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചുറ്റുപാടുമുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം കേട്ടോ. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. അത്രയും പൈസയൊക്കെ കൊടുത്തിപ്പോൾ പോകാൻ പറ്റത്തില്ല. ഒന്നാമത് സാമ്പത്തിക മേഖല മൊത്തത്തിൽ ടൈറ്റായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴേലും അങ്ങോട്ട് പോകാം. നേരത്തെ ഞാൻ പണ്ടൊരിക്കൽ അതിലെ പോയിട്ടുള്ളതാണ്. നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ അതിനകത്ത് കിടപ്പുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കൂടെ എടുത്തിട്ടേ അത് നോക്കിയാലും അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് തിരിച്ച് മേമലയ്ക്ക് തന്നെ പോകാം. അവിടുന്ന് അപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കിട്ടുമായിരിക്കുമല്ലോ. കുട്ടിക്കാനം അടുക്കാറായപ്പോൾ കാറ്റ് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. പറയുന്ന കേൾക്കാവോ? ഇവിടെയൊക്കെ ഒരു വരണ്ട കാലാവസ്ഥയാണ്, നല്ല ചൂടാട്ടോ. ഇവിടെ ഒരു ചെറിയ കടയുണ്ടേ. നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ കാലിയൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോവാം. അവിടെയൊക്കെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ മേളിൽ അത് അവിടെ ഒരു പള്ളിയുണ്ട്, പുതിയ പള്ളിയുണ്ട്. അതിൻ്റെ മുകളിലൊരു പഴയ പള്ളിയുണ്ട്. ഇതിലെ കുറച്ചൊന്ന് കയറി നോക്കിയിട്ട് വരാവേ. അതിലേ അങ്ങനെ പോയാൽ മുകളിലൊരു സ്കൂളുണ്ടേ. സ്കൂളിലോട്ട് ഇപ്പോൾ പോകത്തില്ല, പഠിത്തമൊക്കെ നടക്കുന്ന സമയമായിരിക്കില്ലേ. ഈ തേയിലത്തോട്ടത്തിനടക്കായിട്ട് അവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. അതെന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞ പള്ളി അതാണ്.
മുകളിലാണ് കാണുന്നുണ്ടോ, അതാണ് പഴയ പള്ളി. ഒരു ബ്രോക്കൺ സാഹിബിൻ്റെ പള്ളിയാണ്. ഇത് താഴോട്ടിറക്കി ഒരു പുതിയ പള്ളി വെച്ചേക്കുക. ഇപ്പോൾ ഒരു പള്ളി ഒരു വണ്ടിയെ പോകുന്നുണ്ടോ, എന്താ പരിപാടി? എവിടെയെങ്കിലും വല്ല ഉത്സവത്തിനല്ല പെരുന്നാളിനൊക്കെ പോയിട്ട് വരുന്നതാന്ന് തോന്നുന്നു. ഇതിവിടുത്തെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡായിരുന്നേ. ഇതിൻ്റെ ഒരു സൈഡ് ഒരു കടയാക്കിയിരിക്കുമോ. എന്നാ ഇങ്ങനെ നിൽക്കുന്നേ? ഇന്നത്തെ ശപ്പാട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫസ്റ്റിലായിരിക്കും അല്ലേ? ഗ്ലെൻമേരി എസ്റ്റേറ്റിലെ കാഴ്ചകളാണ് അവിടെയാണ് കാണുന്നത്. വുഡ്ലാൻഡ്സ് ഗ്ലെൻമേരി, അവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ ഓർഡിനറി സിനിമയുടെ ഷൂട്ടൊക്കെ നടന്ന ഒരു മെയിൻ പ്ലേസ് ആണത്. കുഞ്ചാക്കോവൻ്റെ ഒക്കെ പടമില്ലേ, ബിജുമേനോൻ്റെ ഒക്കെ ഓർഡിനറി. എനിക്ക് ഈ കുട്ടിക്കാനം പള്ളിക്കുന്ന് ഭാഗത്തേക്ക് വന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പള്ളിക്കുന്ന്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ കണ്ട കാഴ്ചകളാണെങ്കിലും പക്ഷേ എന്തോ ഒരു ആകർഷണം പോലത്തെ ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നമുക്കതൊന്ന് കണ്ടുവരാം. താഴോട്ടൊക്കെ പോയി ഇവിടെ കണ്ടോ കുറേ പൈൻമരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇത് സായിപ്പുമാർ വെച്ചതാണ് ഇതൊക്കെ. ഇതിലേ അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. റോഡ് ഇപ്പം മുകളിലോട്ട് പോകുന്ന ഒരു കൃഷി യൂണിറ്റിലേക്കും പിന്നെ കുറച്ച് റിസോർട്ട് സമുച്ചയങ്ങളുടെ ആ ഭാഗത്തേക്കൊക്കെയുള്ള റോഡായത്. ഇതൊക്കെയും ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ആളുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇവിടെ നമുക്ക് വലിയൊരു ചിറ കാണാം, ഒരു ചെറിയ ചെക്ക് ഡാം, കുളം എന്നൊക്കെ പറയാം. പക്ഷേ കഷ്ടം, ഇവിടെ വെള്ളമില്ല. ഈ ഫെബ്രുവരി മാസം ആയപ്പോൾ തന്നെ ഇവിടുത്തെ വെള്ളം വറ്റിപ്പോയി. പണ്ട് സായിപ്പുമാർ ഇവിടുത്തെ തേയിലക്കൃഷിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കുളമായിരുന്നത്. അവിടെ ഒരു പമ്പ് ഹൗസും കാണാവേ. വെള്ളം ഒരുപാട് താന്നു പോയല്ലോ. ഇതിന് നല്ല താഴ്ചയുള്ളൊരു കുളമാണ്. ഇവിടെ ഒരുപാട് മരങ്ങളിങ്ങനെ കാണാം, പൈൻ മരങ്ങളും യൂക്കാലിപ്സ് മരങ്ങളും. ഒരുപാട് വണ്ണമുള്ളതാണ് ഇതെല്ലാം കേട്ടോ. ഇവിടെ ഒന്നും ഒതുങ്ങുകയല്ല ഇതിൻ്റെ പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ. ഭീകരന്മാരായി മരമൊക്കെ. ഇതിനൊക്കെ എത്ര വർഷം പഴക്കം കാണുമെന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കേസാണ്. അതുപോലെ ഈ റോഡൊക്കെ പോകുന്ന ഒരു ആംബിയൻസ് ഉണ്ടോ. ഇതിലെ കുറേ പൈൻമരങ്ങളൊക്കെ നിൽക്കുന്ന നടുക്കൂടി ഇങ്ങനെ ഒരു വഴിയുണ്ട്. അത് മുകളിലൊരു ബംഗ്ലാവിലേക്കുള്ളതാണ്. അങ്ങോട്ട് നമുക്ക് അങ്ങനെ പ്രവേശനമൊന്നുമില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാവേ. ഇതിങ്ങനെ ഒരു ആംബിയൻസിൽ കൂടെ നമുക്കിതിലേ പോകാൻ പറ്റും. കണ്ടോ, മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഈ ഒരു കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കല്ലൊക്കെ ഇരിക്കുന്നതാണാവേ. ഇവിടെ അമ്പലമൊന്നുമില്ല, പക്ഷേ എപ്പോൾ വന്നാലും ഇതൊക്കെ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊരു കുപ്പിയൊക്കെ കിടപ്പുണ്ട്. അങ്ങോട്ടൊക്കെ വിജനമായ സ്ഥലങ്ങളാണ്. അതിൻ്റെ അപ്പുറേ ഒരു ചെറിയ വീടൊക്കെ കാണാം. വീടായിരിക്കില്ല, ലൈൻസൊക്കെ ആയിരിക്കും. അപ്പുറേ പൊളിഞ്ഞു കിടക്കുന്ന ലൈൻസുകളും കാണാം. ഇതൊരു ചേലമരമാണേ. ഇതിൻ്റെ ഒരു പൊക്കവും വണ്ണമൊക്കെ കണ്ടോ. അതിഭീകരനായൊരു മരമാണ്. ഒരു 100 വർഷത്തിന് മേളിലും പഴക്കം കാണും കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഈ കുളത്തിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തേക്കാട്ട് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നതാണേ. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിപ്പോയി. ഈ ഒരു കല്ലിൻ്റെ ഷേപ്പ് കണ്ടോ. ആ ഒരു ബംഗ്ലാവാണ് അങ്ങ് അറ്റത്താണ് കാണുന്നത്. അതിൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ ഇടയ്ക്ക് കൂടെ ആ റോഡ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ മെല്ലെ റോഡിലേക്ക് ഇറങ്ങാം. ഇതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ഇവിടുത്തെ. ഇപ്പോൾ ഒരു ഉച്ച സമയമായി എങ്കിലും ഇവിടെ ഒരു മീഡിയം തണുപ്പുണ്ടേ. ഈ സൂര്യൻ്റെ പ്രകാശമൊക്കെ ഈ ഇലകളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ അരിച്ചരിച്ചെത്തുന്നൊരു കാഴ്ച. അങ്ങനെയുള്ള ഒരുപാട് ഫീലിങ്സ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരുമ്പോൾ അല്ല ഞാൻ ഇതുവഴിയൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഇവിടെയൊക്കെ. നമുക്ക് കുറച്ച് മേളിൽ വരെ പോയിട്ട് അവിടെ ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പൈൻമരവേ കാറ്റത്ത് ഒടിഞ്ഞു പോയി കേട്ടോ. ഇതിലേ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് മണ്ടയ്ക്ക് ആ കാണുന്നുണ്ടോ, അവിടെ ഒരു റിസോർട്ടാണ്. അത് ആ റിസോർട്ടിലേക്കാണ് ശരിക്കും ഈ വഴി പോകുന്നത്. പണ്ടൊരിക്കൽ ഞാനൊരു 5-6 കൊല്ലം മുമ്പ് അവിടെ ഒന്ന് പോയിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടോ കെട്ടിടങ്ങൾ പൊളിഞ്ഞു കിടക്കുന്ന നോക്കി. പഴയ നിർമ്മിതി. വലിയൊരു മരം നമ്മുടെ കാഴ്ച മറച്ചു.
ഇവിടെയൊക്കെ ഒരു കാലത്തെ എന്തേലും ആൾക്കാരുണ്ടായിരുന്നല്ലേ, താമസക്കാർ. ഇന്നിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ? ആ ഒരു ബംഗ്ലാവ് ഉണ്ടോ, അവിടെ ഒന്ന് കയറി പോകാൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഒരു മൊത്തത്തിൽ കാഴ്ചകൾ കിട്ടിയേനെ. പക്ഷേ അങ്ങോട്ട് ആരും കയറ്റി വിടത്തില്ല. നമ്മളെ അപ്പുറത്തുനിന്ന് വന്ന ആ ഒരു വഴിയേ ഇങ്ങനെ ഒന്ന് നോക്കിയേ, അതിൻ്റെ ഒരു കാഴ്ച വേറൊരു ലെവലല്ലേ. മൺട്രോ സാഹിബും അദ്ദേഹത്തിൻ്റെ ഡോണി എന്ന വെള്ളക്കുതിരയും സവാരി നടത്തിയ ഈ വഴിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. തൊട്ടപ്പുറയാണ് പള്ളിക്കുന്നേലെ 150 വർഷത്തിന് മേൽ പഴക്കമുള്ള CSI പള്ളി ഉള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും നമുക്ക് കാണാം. ഈ പൈൻമരത്തിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കാനൊരു ഭയങ്കര ഫീലിംഗാണ്. ഈ സൂര്യൻ്റെ പ്രകാശമൊക്കെ അരിച്ചരിച്ചേ എത്തുന്നുള്ളൂ ഇവിടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് വന്ന റീൽസൊക്കെ എടുത്തിടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇടുന്നുണ്ടേ. നമ്മളെ ബിനോയ് ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ബിനോയ് ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജും ഉണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടും. അതിലൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്തൊക്കെ വിട്ടയക്കാൻ നല്ല കേട്ടോ. കാരണം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലൊക്കെ കുറേ റീൽസൊക്കെ അതിനകത്ത് ഇടുന്നുണ്ടേ. അപ്പോൾ നമുക്ക് മുന്നോട്ട് ആ പള്ളിയുടെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടാൽ പോവാം അല്ലേ. താഴെ വെള്ളമുണ്ട്, അവിടെ പോയി അലക്കിയിട്ടൊക്കെ പോകുന്നു. നമുക്ക് താഴെ പോയി നോക്കാം അവിടെ വെള്ളമൊക്കെ ഉണ്ടോ. ഇതിലേ ഇങ്ങനെ പോകാവേ, ആ കെട്ടിടത്തിൻ്റെ ചോട എങ്ങനെ. രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നല്ല തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു കാറ്റും ഒക്കെയാണ്. നമ്മളാ മുകളിൽ നിന്ന് ഉണ്ടാവുക ഒരു കെട്ടിടമാണ് ഇത്. ഇവിടെ ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ നോക്കി, ഇവിടെ എല്ലാം നല്ല ശക്തമായ മലനിരകളൊക്കെയാണ്. ഇതിൻ്റെ താഴെ ഒരു ഫാക്ടറി പോലെ എന്തോ സംഭവമൊക്കെ കാണുന്നുണ്ട്. ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ പള്ളിയിൽ അങ്ങോട്ട് ചെല്ലാവേ. മുകളിലത്തെ ആ ലേക്കിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതിലെ ഒഴുകി പോകുന്നുണ്ടേ. അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ഈ പൈൻമരക്കാടുകളുടെ ഇടയിലായിട്ട് ഇതിനകത്തൊരു കെട്ടിടമൊക്കെ ഇരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, റൗണ്ടൊക്കെ പോലെ ഇങ്ങനെയായിട്ട്. വെള്ളം ഒഴുകി ചാടുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. ഒഴുകിച്ചാടാൻ മാത്രം വെള്ളമൊന്നുമില്ല. ഇത് കണ്ടോ, ഇവിടെ എല്ലാം വെയിൽ കൊണ്ട് ഇങ്ങനെ വരണ്ട് ഉണങ്ങി കിടക്കുക. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഉണ്ടല്ലോ അഡാർ വ്യൂ ആണേ. അതാണ് ഒരു രക്ഷയില്ലാത്ത. ചെറിയൊരു വെള്ളച്ചാലിങ്ങനെ ഇവിടെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അലക്കാനും ഒക്കെ ആയിട്ട് വരുന്നൊരു മെയിൻ സ്ഥലം ഇവിടെ. നമ്മളാ ഒരു ചേട്ടൻ അലക്കി കയറിയിട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. ഇവിടെ വന്നാണ് പുള്ളി വെള്ളമെടുത്ത് അലക്കിയിട്ടൊക്കെ പോയത്. പക്ഷേ ഇതൊരു വലിയ അനുഗ്രഹം കേട്ടോ. ഈ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തടത്തെ ഇത്രയും വെള്ളമെങ്കിലും ഉണ്ടല്ലോ. ഇതിൻ്റെ താഴേക്ക് ഈ പാറ ഇങ്ങനെ ഭയങ്കര കുത്തിച്ചെരുവാണേ. അങ്ങോട്ട് നോക്കിയാൽ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര കുഴിയാണ്. അവിടെ ആയിട്ട് പഴയ തേയില ഫാക്ടറിയെ മറ്റാണെന്ന് തോന്നുന്നത്. പിന്നെ അതിൻ്റെ മുന്നോട്ടൊരു വഴിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അക്കരെ കുറേ വീടുകളും ലൈൻസും ഒക്കെ കാണാം അതിലെ. ആ പൈൻമരത്തിൻ്റെ ഇടയ്ക്കിരിക്കുന്ന കെട്ടിടം കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാണുന്ന കെട്ടിടമാണ് അതെ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ. പൈൻമരത്തിനടുത്ത് ചെന്നാൽ നല്ല തണുപ്പാട്ടോ. ഇവിടെ നിൽക്കുമ്പോഴേ നല്ലൊരു കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടേ. ഈ പൈൻമരത്തിലേക്ക് കാറ്റടിച്ചിട്ട് ഒരു പ്രത്യേക സൗണ്ടാണ്. കേൾക്കാവോ? ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ആ പള്ളിയുടെ അവിടെ കൊണ്ടൊക്കെ കണ്ടിട്ട് പോരാം. അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകാനുള്ള ടൈമില്ല. ഞാൻ പറഞ്ഞ വർക്കില്ലേ, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. ഇനി ഒരു 2:30-3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം ബാങ്കിൽ. ഇപ്പോഴാണ് കണ്ട അങ്ങ് മുകളിൽ ആ റോഡിന് മുകളിലേ ഒരു പള്ളി കണ്ടോ. റിസോർട്ടിലൊക്കെ പോയിട്ട് പോകുന്ന കാറുകളാണ്. പള്ളിക്കുന്ന് ടൗണ് പണ്ട് സായിപ്പന്മാരുടെയൊക്കെ ആസ്ഥാനമായിട്ടുള്ള സ്ഥലമായിരുന്നു ഈ പള്ളിക്കുന്നും കുട്ടിക്കാനും ഒക്കെ. അതുകൊണ്ടാണ് അവർ ഇവിടെ ഈ സെൻറ്ററിൽ തന്നെ ആ പള്ളിയും കൊണ്ടുവന്ന് വെച്ചത്. പള്ളിക്കുന്ന് സെൻറ്റ് ജോർജ് CSI പള്ളിയിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റ് കവാടമൊക്കെയാണ് അവിടെ.
അച്ഛനൊക്കെ താമസിക്കുന്ന ആ ഭാഗത്താണ്. അവിടെ ഒരു പാരിഷ് ഹാളൊക്കെ ഉണ്ട്. ഇതാണ് പള്ളിയിലേക്കുള്ള വഴി. ഇവിടെ നിറച്ച് പൈൻ മരങ്ങളാണ്. ഇതിലേ വരുന്ന സഞ്ചാരികളെല്ലാം റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് നല്ല തണുപ്പാണ് അതിനകത്ത് കയറി ഇരുന്നാലേ. കാരണം ഇവിടെ എങ്ങനെ ഇരിക്കും. പിന്നെ ഇത് ശരിക്കും ഒരു പാർക്ക് പോലെയൊക്കെയാണ്. ആ മരത്തിന് ചുറ്റുമൊക്കെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാവേ. സായിപ്പന്മാർ വെച്ച ഈ പൈൻ മരങ്ങളൊക്കെ എന്ത് ഭംഗിയുള്ളതാണെന്ന് നോക്കി. ഇത്ര കാലമായി ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. 100-150 വർഷമൊക്കെ പഴക്കമുണ്ട്. ഈ പള്ളിക്ക് തന്നെ 150 വർഷത്തിന് മേളിൽ പഴക്കമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ചുറ്റിനും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുവാണേ, നല്ല റിങ്ങായിട്ട്. അപ്പോൾ ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. കല്ലുകളൊക്കെ പെറുക്കിയിട്ട്. പക്ഷേ ചില കെട്ടുകളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെയൊക്കെ കാണാം. മരം വളർന്നതുകൊണ്ട് മരത്തിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് ഞാൻ കാണിച്ചു തരും. ഇവിടെ വലിയൊരു പൈൻമരമുണ്ട് അപ്പുറത്ത്. ഇത് പള്ളിയുടെ ഒരു പാരിഷ് ഹാള്. മയിലൊക്കെ കയറി വരും കേട്ടോ ഇവിടെ. ഇപ്പോൾ ആ കാറിൻ്റെ അടുത്ത് വന്ന് ചേട്ടൻ പറഞ്ഞു, അപ്പുറത്തെ സൗണ്ട് കേട്ട് ഞാൻ പറഞ്ഞു കുരങ്ങ് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ് കുരങ്ങും മയിലും ഒക്കെ ഇല്ല കയറി വരുമെന്ന് പറഞ്ഞു. ഈ മരത്തിൻ്റെ ചുവട്ടിലേ ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നോക്കണം. ഒരു പ്രത്യേക ഒരു ഇതാണേ. അതിനിടയിൽ കൂടെ, ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഈ പള്ളിയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാമല്ലേ. ഈ ഒരു പൈൻമരമേ കാറ്റത്തോ മറ്റോ അതോ കേട് വന്നിട്ടാണോ കുറച്ച് ഒടിഞ്ഞു പോയി കേട്ടോ. എനിക്കിങ്ങനെ ഒരു സിനിമാറ്റിക് ഫീലിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. ആ ഒരു ഫീൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ലേ, ഒന്ന് പറയണേ. ഞാനിടയ്ക്ക് സ്വന്തമായിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും അങ്ങനെ പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാഴ്ച ഇവിടുത്തെ പഴയ സിമിത്തേരികളാണ്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ തന്നെ പുതിയ സിമിത്തേരികളാണ്. അപ്പുറത്തെ സൈഡിലാണ് ബ്രിട്ടീഷ് സിമിത്തേരിയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി ആ ബ്രിട്ടീഷ് സിമിത്തേരിയുടെ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. ഈ ഒരു പൈൻ മരത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. നോക്കി, 2 കമ്പ് ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് ബാക്കിയൊക്കെ എവിടെ പോയി, ഉണങ്ങിപ്പോയോ. എന്നാൽ നമുക്കിനി പള്ളിയുടെ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാവേ. ഇവിടെ ഞാൻ കുറച്ച് സിനിമാറ്റിക് മോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് സിമിത്തേരികളുടെ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടു തുടങ്ങാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ എത്ര കല്ലറകളാണെന്ന് നോക്കി. ഇതിനൊക്കെ എത്ര പഴക്കമുണ്ടാവില്ലേ. പണ്ട് കാലത്ത് ഇവിടെ വന്ന ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്ന് മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ പള്ളിയിൽ അടക്കിയിരിക്കുന്നതാണ്. ഈ പള്ളി പണ്ട് ബ്രിട്ടീഷുകാർ പണിത അതേ രീതിയിൽ തന്നെ ഇവരിപ്പം കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈയിടെയൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അന്ന് ഞാൻ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ സിനിമാക്കാർ സ്ഥിരമായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഇന്ന് ഇവിടെ ആരും കണ്ടില്ല. സിമിത്തേരി സീനുകളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ആ പള്ളിയുടെ ഒരു നിർമ്മിതിയൊക്കെ കണ്ടോ. ഇതിൻ്റെയൊക്കെ ഒരു കോൺ ഇങ്ങനെ അവരുടെ ആ ഒരു വിദേശ മോഡലിലുള്ള ആ ഒരു നിർമ്മിതിയാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടുത്തെ സിമിത്തേരികളൊക്കെ കാണാം, കല്ലറകളൊക്കെ സായിപ്പുമാരുടെയൊക്കെ. ഇവിടെ ഒരു കല്ലറയും അതിനോട് ചേർന്നൊരു ഫ്രൂട്ട്സിൻ്റെ മരമായതേ. ഇതെല്ലാം ഒരുതരം കായൊക്കെ ഉണ്ടാവും. ഒരു പുളിയും മധുരവും എരിവും ഒക്കെ ഉള്ളൊരു പഴം ഉണ്ടാവും ഇതിൽ. ഞാൻ തിന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ഒന്നും കാണുന്നില്ലേ. താഴേക്കുള്ളതൊന്നും ബ്രിട്ടീഷ് സിമിത്തേരികളല്ല, അതൊക്കെ പൊതുവായ നാട്ടുകാരുടെയൊക്കെയാണ്. ഈ സിമിത്തേരിയൊക്കെ നന്നാക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് വെളിയിൽ നിന്നൊക്കെ ആൾ വരാറുണ്ടെന്നാണ് പറയുന്നത്. അവർ വർഷം തോറും 2-3 വർഷം തോറുമ്പോഴൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൈൻ മരം. 150 മേളിൽ വർഷം പഴക്കമുള്ളൊരു മരമായത്. ഓ, ഇതെങ്ങനെ ഞാനിന്ന് ക്യാമറയിൽ ഇതിലൊക്കെ ഒന്ന് കൊള്ളിക്കുന്നു. ഇത് ശിഖരങ്ങളൊക്കെ പോയി നിൽക്കുന്നുണ്ട്. എന്നാ വണ്ണമാണെന്നറിയത്. ഇതിൻ്റെ ഒരു പടർപ്പ് മൊത്തത്തിൽ ഇങ്ങനെ ഇവിടെ ബാധിച്ചിരിക്കുക.
ഇതും ഒരു കല്ലറയാണേ. ഇത് വേറൊരു ഡിസൈനിലാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കല്ലറയാണിത്. കുതിരയെ അടക്കം ചെയ്ത സിമിത്തേരിയാണ്. ഡോണി എന്നുള്ള ഒരു വെള്ളക്കുതിരയായിരുന്നു ഇത്. JD മൺട്രോ എന്ന് പറഞ്ഞ സാഹിബിൻ്റെ സന്തത സഹചാരിയായിരുന്നു ഈ കുതിര. അത് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഈ ഒരു സിമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഒരുതരം ചെടി കണ്ടോ, ഇതിലൊരു തരം പൂക്കളുണ്ടാവുകയെ. അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു പോയി. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നാളെ വന്നൊരു വീഡിയോയിൽ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു. പേരറിയാമെങ്കിൽ ആൾക്കാർ പറയണേ. ആ ഡോണി എന്ന വെള്ളക്കുതിരയുടെ ഉടമസ്ഥൻ്റെ കല്ലറയാണിത്. ജോൺ ഡാനിയൽ മൺട്രോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പേര്. ഈ സായിപ്പിൻ്റെ കുതിരയായിരുന്നു ആ വെള്ളക്കുതിര. പുള്ളിയായിരുന്നു ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സായിപ്പ്. ഈ മേഖലയിൽ പുള്ളിക്ക് ഒരുപാട് സ്ഥലവും അതുപോലെ തന്നെ എസ്റ്റേറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. ഈ മരം കണ്ടോ, ഈ ഫ്രൂട്ട്സ് ചെടി ഇങ്ങനെ പൂത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കായൊക്കെ വരാൻ തുടങ്ങി. ഇനി അത് വലുതായിട്ട് അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴത്തേക്കും പഴമാകുമായിരിക്കും ചിലപ്പോൾ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ വന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാവേ. നോക്കിയേ, പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ. നല്ല മധുരവും പുളിയും എരിവും എല്ലാം കൂടെ കൂടിയിട്ടൊരു ടേസ്റ്റാണ് ഇതിന്. ഈ വലിയ പൈൻ മരത്തിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ഈ പള്ളിയുടെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇതാണ് CSC പള്ളിയുടെ ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച. ഇതിൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ഈ റോഡാണ് നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന SH റോഡ്. ഈ ഭാഗത്തും കുറേ അധികം പൈൻ മരങ്ങളും അതിൻ്റെ ശിഖരങ്ങളും പിന്നെ കുറേ സിമിത്തേരികളും ഉണ്ട്. ഇവിടുത്തെ സിമിത്തേരിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കുട്ടിയെ അടക്കം ചെയ്ത സിമിത്തേരിയും കൂടെ ഇവിടെ. വേറെയും കാണുമായിരിക്കും, പക്ഷെ ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം വന്ന് ബ്രിട്ടീഷുകാർ വന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവർ ഇടയ്ക്ക് ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ആ ഒരു ചെറിയ കല്ലറ. ആ കൊച്ചിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്രിഡ്ജറ്റ് മേരി എന്നാണേ. പക്ഷേ അതിൻ്റെ മുകളിലൊരു ഇങ്ങനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പ്രതിമ. അതിൻ്റെ കൈയൊക്കെ പൊട്ടിപ്പോയിരിക്കുക. ആ കൊച്ചിനധികം പ്രായമില്ലായിരുന്നു കേട്ടോ. അത് ജനിച്ചത് 1932-ലും മരിച്ചതോ 1934-ലുമാണേ. നവംബർ 4 ജനിച്ചതും മരിച്ചതും ഒരേ മാസവും ഒരേ ഡേറ്റിലുമാണ്. 32 അപ്പോൾ 2 വയസ്സേ ആ കൊച്ചിനുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇതിലൊക്കെ കുറേ സായിപ്പുമാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കല്ലറകളിലൊക്കെ. പക്ഷെ ചിലതിന് മാത്രമേ പ്രസക്തമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. സായിപ്പുമാരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നല്ലേ. അവരാണ് ഇവിടെ വികസനമൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരു കച്ചവടത്തിന് വന്നവർ കൊള്ളക്കാരായി എന്നുള്ളൊരു ഇതായല്ലേ. പക്ഷേ അവരൊക്കെ വന്നതുകൊണ്ടല്ലേ ഇവിടെ ഈ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നും ആ ഒരു ഇതിൽ കൂടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വികസനം അവർ കൊണ്ടുവന്നത് തന്നെയാണ്. നമ്മളെ അടിമകളാക്കാൻ നോക്കി എങ്കിലും അവർ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കേട്ടോ. അതിൻ്റെയൊക്കെ തെളിവാണ് മൂന്നാർ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരോ പാലങ്ങളൊക്കെ ഇന്നും സായിപ്പുമാർ പണിത പാലങ്ങളുണ്ട് അവിടെ, ഒരു കേടും സംഭവിക്കാതെ. ഇതൊക്കെ ഒരു തെളിവല്ലേ ഈ പള്ളിയൊക്കെ. ഇതൊക്കെ ഇച്ചിരി മോഡിഫിക്കേഷൻ ഇവിടെ ഉള്ളവർ ചെയ്തതല്ലേ ഉള്ളൂ. ഈ പള്ളിയൊക്കെ ഇപ്പോഴും കണ്ടോ അങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു പേര് എനിക്ക് വല്ലാതെ ഒരു ആകർഷണം ഉണ്ടാക്കി. നോർമൻ പൊള്ളോക്ക് ഫാമിലിയാണല്ലേ, അവരുടെ ഒരു കല്ലറ ഇത്. 1919 ഡിസംബർ 22-19 ഈ നോർമൻ പൊള്ളോക്കിനെ ഇവിടെ അടക്കിയത്. അന്ന് പുള്ളിക്ക് 33 വയസ്സായിരുന്നു. നല്ല പഴക്കമുള്ള കല്ലറയാണേ. ആലീസ് എന്ന് പറയുന്ന ഒരു മദാമ്മയുടെ കല്ലറ. 1906 ഫെബ്രുവരി 12, 1906
അപ്പോഴടക്കം ചെയ്തൊരു കല്ലറയാണ് ഇത്. ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്ന് നോക്കി ഇതിനൊക്കെ. ഇപ്പോഴും ഇതൊക്കെ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പള്ളിക്കുന്നേലെ CSI പള്ളിയിലെ കാഴ്ചകൾ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകാനും തോന്നുകയില്ലെന്ന് പറഞ്ഞ പോലെ ഈ പള്ളിയും പരിസരമൊക്കെ കണ്ടു കഴിയുമ്പോഴേ അത്രയും നല്ലൊരു ഫീലിംഗ് ഇവിടെ എല്ലാം. ഈ പൈൻമരങ്ങളും ഒക്കെ ആയിട്ടേ, പൈൻമരത്തിൻ്റെ ഇല കൊണ്ടേ സൂര്യപ്രകാശം വരെ ഇവിടെ അരിച്ചരിച്ചേ എത്തുന്നുള്ളേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇവിടെ ഒന്ന് എത്തിച്ചു കൊടുത്ത് സഹായിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ. പൊൻകുന്നം പോകാൻ വന്ന ഞാനായിരുന്നു. അപ്പോൾ ആ വർക്ക് വന്നതുകൊണ്ട് ഞാൻ പുറകോട്ട് പോവുകയാണ്. പൊൻകുന്നം നമുക്ക് അടുത്ത ദിവസം പോവാം. കാരണം ഇന്നിപ്പം അവിടെ ചെന്നില്ലേ ശരിയാവില്ല. വർക്ക് കൺഫേം വർക്കാം. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.